ഭാഗം 2. പുസ്തകം 6 അധ്യായം 11. പുനരുത്ഥാനം. ദുഃഖം തളം കെട്ടി നിന്നിരുന്ന വേളയിലും പരിശുദ്ധ രാജ്ഞി താൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ സന്ദർഭാനുസരണം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെല്ലാം യാതൊരു കുറവും കൂടാതെ ചെയ്തു തീർത്തുകൊണ്ടിരുന്നു. സ്വർഗീയമായ ജ്ഞാനത്താലും വിവേകത്താലുമാണ് ഇതെല്ലാം സാധ്യമായത്. അവൾ തന്റെ നൈസർഗികമായ ദീർഘവീക്ഷണത്തോടെ എല്ലാ കടമകളും നിറവേറ്റി ഉത്തമ ജീവിത മാതൃകയായി. ക്രിസ്തുവിന്റെ കബറടക്ക ശേഷം പരിശുദ്ധ അമ്മ സെഹിയോൻ ശാലയിൽ തിരികെയെത്തി. അന്ത്യ അത്താഴം നടന്ന സെഹിയോൻ ഊട്ടുശാലയിൽ അവൾക്കൊപ്പം വിശുദ്ധ യോഹന്നാനും ഗലീലയിൽ നിന്നും കർത്താവിനെ അനുഗമിച്ചിരുന്നവരായ 2 പേരും ഉണ്ടായിരുന്നു. ഏറ്റം വിനീതയായും ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടും കൂടെ അവൾ അവരെ സംബോധന ചെയ്തു. തന്നോടൊപ്പം തന്റെ പ്രിയസുതന്റെ പീഡാസഹനവേളയിൽ ആയിരുന്നതിനും തുണയേകിയതിനും അവർ കാണിച്ച മനോധൈര്യത്തിനും ഭക്തിക്കും അവൾ നന്ദി പറഞ്ഞു. അതോടൊപ്പം താൻ അവർക്ക് ദാസിയും സ്നേഹിതയുമായി വർത്തിക്കുമെന്നും അവൾ വാഗ്ദാനം ചെയ്തു. അവർ അമ്മയോട് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അഭ്യർത്ഥിച്ചു. എന്നാൽ അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്റെ വിശ്രമം എന്റെ പുത്രനായ കർത്താവിന്റെ ഉയിർപ്പിലാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഇനി സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവിൻ. ഞാനിനി എന്റെ പുത്രനോടൊപ്പം ഏകാന്തതയിലായിരിക്കട്ടെ. അവൾ ഇപ്രകാരം ഏകാന്തതയിൽ വിശ്രമിക്കുമ്പോൾ തന്റെ പുത്രന്റെ ആത്മാവ് ആ ദിവ്യദേഹം വെടിഞ്ഞതിനു ശേഷം അനുഷ്ഠിച്ച കാര്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരുന്നു. തുടക്കം മുതലേ അവൾ ഒരു കാര്യം അറിഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് മരണനിമിഷം തന്നെ ദൈവത്തിൽ ലയിച്ചു. അവിടുന്ന് പാതാളത്തിലിറങ്ങി. നൂറ്റാണ്ടുകളായി കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന പൂർവ്വപിതാക്കളെയും വിശുദ്ധരെയും മോചിപ്പിച്ചു. ഭൂമിയിലെ ആദ്യത്തെ നീതിമാനായ മനുഷ്യൻ മരണം വരിച്ച നിമിഷം മുതൽ അന്നോളം ഉള്ളവരെല്ലാം രക്ഷകന്റെ വരവ് പ്രതീക്ഷിച്ച് പാതാളത്തിൽ കഴിയുകയായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഭൂഗർഭ ഗഹ്വരങ്ങളെ ദിവ്യപ്രഭയാൽ നിറച്ചു. അവിടം സ്വർഗമായി പരിണമിച്ചു. അവിടെയുള്ള ആത്മാക്കൾ ദൈവത്തെ കണ്ടു. യുഗപ്രതീക്ഷകൾ പൂവണിഞ്ഞു. ഇരുളിൽ കഴിഞ്ഞിരുന്നവർ പ്രകാശം ദർശിച്ചു. തങ്ങളുടെ സത്യദൈവവും രക്ഷകനുമായവനെ അവർ തിരിച്ചറിഞ്ഞു. അവർ അവന് നന്ദിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം സ്തുതിഗീതമാലപിച്ചു: കൊല്ലപ്പെട്ട കുഞ്ഞാട്, ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാകുന്നു. കർത്താവെ, നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. സകല വർഗങ്ങളിലും സകല ഭാഷകളിലും സകല ജനപദങ്ങളിലും നിന്ന് നീ ഞങ്ങളെ തെരഞ്ഞെടുത്തു. നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കുന്നു. ഞങ്ങളെ ഒരു രാജ്യവും ഒരു പുരോഹിത ഗണവുമായി നിത്യം വാഴാൻ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. വെളിപാട് 5:12. ശക്തിയും ഭരണവും നിന്റെ പ്രവൃത്തികളുടെ മഹത്വവും നിനക്കുള്ളതായിരിക്കട്ടെ കർത്താവെ. അപ്പോൾ കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും തന്റെ മുൻപിൽ ഹാജരാക്കാൻ ആജ്ഞ നൽകി. ഉടൻ തന്നെ അത് നിർവഹിക്കപ്പെട്ടു. മനുഷ്യ പരിത്രാണത്തിന്റെ നിദാനമായി ആ ആത്മാക്കളുടെ ഇനിയും തീരാത്ത കടങ്ങളെല്ലാം മോചിച്ചു. അവരോടൊപ്പം മറ്റു ദിവ്യാത്മാക്കൾക്കും നീതീകരണവും മഹത്വവും ആ സ്വർഗീയ ദർശനത്തിലൂടെ നൽകി. അപ്രകാരം ആ ദിനത്തിൽ സ്വർഗീയ രാജാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തുമുള്ള കാരാഗൃഹങ്ങൾ വിജനമാക്കപ്പെട്ടു. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആത്മാവ് അവിടുന്ന് മരിച്ച വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ തുടർന്നുള്ള ഞായർ വെളുപ്പിന് 3 മണി വരെ പാതാളത്തിലെ ലിംബോയിൽ കഴിഞ്ഞു. അതിനുശേഷം അവിടുന്ന് വീണ്ടും തന്റെ തിരുക്കല്ലറയിലേക്ക് തിരികെ വന്നു. ഉജ്ജ്വലമായ തന്റെ ശക്തിപ്രഭയാൽ കലാപകാരികളായ നരകപിശാചുകളെ ശിക്ഷിച്ച് പരാജിതരാക്കി വിജയം നേടിയതിന്റെ നിദാനമായി അവിടുന്ന് അധോലോക കാരാഗൃഹങ്ങളിൽ നിന്നും താൻ മോചിപ്പിച്ച ആത്മാക്കളോടൊപ്പമാണ് അവിടെ എത്തിച്ചേർന്നത്. കല്ലറയിൽ നിരവധി മാലാഖമാർ പാറാവു നിന്നിരുന്നു. അവർ ദൈവത്വത്തോട് അലിഞ്ഞു ചേർന്നിരുന്ന ദിവ്യശരീരത്തെ ആരാധിച്ചുകൊണ്ട് കബറിടത്തിൽ നിലകൊണ്ടു. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവരിൽ ചിലർ അവന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയുടെ ഭാഗങ്ങളായിരുന്നതും ചിതറിക്കപ്പെട്ടതുമായ മാംസത്തരികൾ, ദിവ്യരക്തത്തുള്ളികൾ, തലയിൽ നിന്നും മുഖത്തു നിന്നും പൊഴിഞ്ഞു വീണ മുടി, രോമങ്ങൾ എല്ലാം ഏറ്റവും പാവനമായതിനാൽ ശേഖരിച്ച് തിരുശേഷിപ്പുകളായി സൂക്ഷിച്ചു. തന്റെ വിവേകത്താൽ അമ്മ അതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചു. മാലാഖമാരാകട്ടെ താങ്കൾ ശേഖരിച്ച ഓരോ തിരുശേഷിപ്പുകളും കയ്യിലെടുക്കാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷിച്ചു.
മർദ്ദനത്താൽ മുറിവേറ്റ് വികൃതമാക്കപ്പെട്ടു കിടക്കുന്ന രക്ഷകന്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതിനു മുൻപേ പരിശുദ്ധ പിതാക്കന്മാർക്ക് ദർശിക്കാൻ അവസരം നൽകി. മൃതനായി കിടക്കുന്ന കർത്തൃശരീരം ദർശിച്ച പൂർവ്വപിതാക്കന്മാരും പ്രവാചകരും മറ്റു വിശുദ്ധരും അവനെ ആരാധിച്ചു. അവതരിച്ച വചനമായി മനുഷ്യവർഗത്തിന്റെ കുറവുകളും ദുഃഖഭാരവും ഏറ്റുവാങ്ങിയവനായി അവർ അവിടുത്തെ ഏറ്റുപറഞ്ഞു. ഏശയ്യ 53:4. തന്റെ നിഷ്കളങ്കതയാലും നിരപരാധിത്വത്താലും നമ്മുടെ പാപക്കടങ്ങൾ വീട്ടി നമ്മെ നീതീകരിച്ചു എന്നവർ ഏറ്റുപറഞ്ഞു. അപ്പോൾ അവിടെ ആദിമാതാപിതാക്കളായ ആദവും ഹവ്വയും തങ്ങളുടെ അനുസരണക്കേടിനാൽ ലോകത്തെ സംഭവിച്ച ദുരന്തങ്ങളെ ദർശിച്ചു. മഹുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളിൽ രക്ഷയുടെ സമൃദ്ധി അവർ അനുഭവിച്ചറിഞ്ഞു. വിസ്മയകരമായ രീതിയിൽ തങ്ങൾക്ക് രക്ഷ നേടിത്തന്ന സർവശക്തനായ ദൈവത്തെ അവർ വീണ്ടും വീണ്ടും സ്തുതിച്ചു. അതിനുശേഷം അവിടെ സന്നിഹിതരായ സകലരെയും സാക്ഷിയാക്കി മാലാഖമാർ ഭക്തിപൂർവം ശേഖരിച്ച അവിടുത്തെ തിരുശരീരത്തിന്റെ തിരുശേഷിപ്പുകളെല്ലാം അതിന്റെ എല്ലാ വിശുദ്ധിയോടും പൂർണ്ണതയോടും കൂടി യോജിപ്പിച്ചു. സ്പഷ്ടത, ഇന്ദ്രിയാനീനത, ഊർജ്ജസ്വലത, സൂക്ഷ്മത എന്നീ 4 ദിവ്യ വരദാനങ്ങൾ ഈ സമയം ക്രിസ്തുവിന്റെ അപാരതയുള്ള ആത്മാവിൽ നിന്ന് അവന്റെ പരിശുദ്ധ ശരീരത്തിലേക്ക് പ്രവഹിച്ചു. ഈ ധർമ്മങ്ങളെല്ലാം ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതൽ അവിടുത്തേക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ധർമ്മങ്ങൾ തന്റെ പരിശുദ്ധ മനുഷ്യ ശരീരത്തിനുള്ളിൽ അടക്കി വച്ചിരുന്നു. അപ്രകാരം ആ ശരീരം പ്രകൃതി വിധേയമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ രക്ഷയെ പ്രതി മഹത്വം നേടാൻ യോഗ്യമാക്കപ്പെടണമായിരുന്നു. പുനരുത്ഥാന നിമിഷത്തിൽ ഈ ധർമ്മങ്ങളെല്ലാം സജീവമാക്കപ്പെട്ടു. എപ്രകാരമാണോ രക്ഷകനായ ക്രിസ്തുവിന്റെ ആത്മാവ് മനുഷ്യനഗ്രാഹ്യമായിരിക്കുന്നത്, അപ്രകാരം തന്നെ ഉത്ഥിതനായ കർത്താവിന്റെ വാഗ്ദാനങ്ങളും മഹത്വവും അനിർവചനീയമായിരിക്കുന്നു. സ്ഫടികത്തിന് അവന്റെ ശരീരവുമായി താരതമ്യം ചെയ്താൽ സുതാര്യത തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഉത്ഥിത ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശവീചികൾക്ക് മറ്റെല്ലാ തേജോരൂപങ്ങളെയും അതിജീവിക്കുന്ന തിളക്കമാണ്. പ്രപഞ്ചത്തിലെ സകല സൗന്ദര്യവും ഒരുമിച്ചു ചേർത്താലും അവന്റെ സൗന്ദര്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വൈരൂപ്യമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഒരു സൃഷ്ടിക്കും ഉത്ഥിതനോട് സമനാകാൻ ഒരിക്കലും കഴിയുകയില്ല. പുനരുത്ഥാനത്തിലെ ഉന്നത മഹത്വവും രൂപാന്തരീകരണ വേളയിലുണ്ടായ മഹത്വത്തിനും മേലെയായിരുന്നു മുൻ അവസരങ്ങളിൽ കാണപ്പെട്ട മഹത്തീകരണങ്ങളൊക്കെയും താൽക്കാലികമായിരുന്നു. അവ അതാത് അവസരങ്ങളിൽ പ്രത്യേക ഉദ്ദേശത്തോടെ പ്രകടമാക്കപ്പെട്ടവയായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ അത് സമൃദ്ധമായി എന്നേക്കുമായി അവന് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രിയ ബന്ധ വിമോചിതമായ ആ തിരുശരീരം സൃഷ്ടലോകത്തിലെ എല്ലാ ശക്തികൾക്കും അതീതമായിരിക്കുന്നു. എന്തെന്നാൽ ഒരു ശക്തിക്കും ഇനിമേൽ അവനെ ചലിപ്പിക്കാനോ മാറ്റാനോ കഴിയുകയില്ല. സൂക്ഷ്മത നേടിയ ആ ശരീരമാകട്ടെ ഏത് പദാർത്ഥത്തിലൂടെയും കടന്നുപോകും. തന്മൂലം തന്നെ ബന്ധിച്ച കബറിടത്തിന്റെ പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് അത് തകർക്കാതെ തന്നെ അവൻ പുറത്തുവന്നു. അതിന്റെ ഉയിർപ്പുവേളയിൽ പാറയ്ക്ക് സ്ഥാനഭ്രംശമോ ചലനമോ ഉണ്ടായില്ല. അവൻ ജനനവേളയിൽ മാതൃഗർഭത്തിൽ നിന്ന് വന്ന അതേ ലാഘവത്തോടെ തന്നെ പാറയ്ക്കുള്ളിൽ നിന്ന് പുറത്തുവന്നു. ത്വരിത സഞ്ചാരശക്തിയിൽ അവൻ മാലാഖമാരേക്കാൾ മേലെയായിരിക്കുകയും ഭൗതിക പദാർത്ഥങ്ങൾക്ക് സ്വാഭാവികമായ ഭാരം അവനിൽ ഇല്ലാതാകുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങൾ ഇതിന് തെളിവാണ്. അവന്റെ ക്രൂശിത ശരീരത്തിലെ മുറിപ്പാടുകൾ ഇപ്പോൾ കൈകാലുകളിലും മാറിന്റെ ഇടതുവശത്തും ദിവ്യപ്രഭ പ്രസരിപ്പിച്ചുകൊണ്ട് തിളങ്ങി നിന്നു. അവ ഉത്ഥിത ശരീരത്തിന് ഒരു അഭൗമമായ അഴകു പകർന്നു. സർവമഹത്വത്തോടും സൗന്ദര്യപൂർണതയോടും കൂടിയാണ് അവൻ കല്ലറ വിട്ടെഴുന്നേറ്റത്. അവിടെ സന്നിഹിതരായ പൂർവ്വപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും മുൻപാകെ മനുഷ്യരാശിക്ക് മുഴുവൻ വരാനിരിക്കുന്ന ഭാവിയിലെ ഉയിർപ്പ് അവൻ വാഗ്ദാനം ചെയ്തു. മാത്രമല്ല, തന്റെ ഉയിർപ്പിലൂടെ അവർക്കും ഉയിർപ്പുവേളയിൽ മഹത്വം നൽകപ്പെടുമെന്ന് അറിയിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന അനേകം വിശുദ്ധരിൽ ചിലരോട് തങ്ങളുടെ ശരീരങ്ങളുമായി പുനർയോജിച്ച് നിത്യതയിലേക്കുയരാൻ അവിടുന്ന് കൽപ്പിച്ചു. അപ്പോൾ തന്നെ അപ്രകാരം സംഭവിച്ചു. വരാനിരിക്കുന്ന മഹാരഹസ്യത്തിന്റെ നാന്ദിയായി അവരുടെ ശരീരങ്ങൾ ഉയർത്തു. ഇക്കാര്യം വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 27:52. അക്കൂട്ടരിൽ വിശുദ്ധ അന്ന, വിശുദ്ധ യോസെപ്പ്, വിശുദ്ധ യോവാക്യം തുടങ്ങി അനേകം പൂർവ്വപിതാക്കന്മാരും പിതാക്കളും ഉണ്ടായിരുന്നു. വിശ്വാസ തീക്ഷ്ണതയിൽ ജീവിച്ചവരും തിരുവവതാരത്തിനായി തീക്ഷ്ണതയോടെയും ദാഹത്തോടെയും പ്രാർത്ഥിച്ചവരായിരുന്നു അവരെല്ലാം.
അവരുടെ തീഷ്ണതയ്ക്കുള്ള പ്രതിസമ്മാനമായിരുന്നു ഈ പുനരുത്ഥാനവും മഹത്വീകരണവും, ഒപ്പം ഉയിർപ്പിനെക്കുറിച്ചുള്ള ഈശോയുടെ വാഗ്ദാന പൂർത്തീകരണവും. സ്വർഗീയ രാജ്ഞി ഈ മഹാരഹസ്യങ്ങളെല്ലാം അപ്പപ്പോൾ ദർശിച്ചുകൊണ്ടിരുന്നു. തന്റെ മുറിക്കുള്ളിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരുന്നുകൊണ്ട് അവൾ അതിൽ പങ്കാളിയായി. കർത്താവിന്റെ ആത്മാവ് തന്റെ മൃതശരീരത്തിൽ പുനഃപ്രവേശനം ചെയ്ത് മഹത്വപ്പെട്ട നിമിഷം തന്നെ അമ്മയുടെ നിദ്രാവസ്ഥയിലായിരുന്ന അമലോത്ഭവമായ ആത്മാവ് ഉണരുകയും അത്യാനന്ദം അവളിൽ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ഈ നിറഞ്ഞൊഴുകൽ അനന്യമായ ഒരനുഭവത്തെയാണ് പ്രദാനം ചെയ്തത്. അവളുടെ ആത്മാവ് ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആനന്ദമൂർച്ചയിലേക്ക് എടുക്കപ്പെട്ടു. നൊമ്പരം ഉല്ലാസമായി പരിണമിച്ചു. വിഷാദം വിജയത്തിനും വിശ്രമത്തിനും വഴിമാറി. ആകസ്മികമായി സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ അവിടെയെത്തി. അവളുടെ കഠിന ദുഃഖത്തിലും കൈപ്പേറിയ ഏകാന്തതയിലും ആശ്വാസം നൽകുകയായിരുന്നു ലക്ഷ്യം. ഇതിനു മുൻപ് അമ്മയെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കഠിന ദുഃഖം അവളുടെ രൂപത്തെ മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ മഹത്വം അണിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ശിഷ്യന്റെ മനസ്സിൽ ബഹുമാന ആദരവുകൾ നിറഞ്ഞു. കർത്താവിന്റെ അമ്മ ഇപ്രകാരം ആനന്ദത്താൽ രൂപാന്തരം പ്രാപിച്ചതു കണ്ടിട്ട് ഗുരു പുനരുത്ഥാനം ചെയ്തെന്ന സത്യം യോഹന്നാൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ അമ്മ തന്റെ അതീന്ദ്രിയ ജ്ഞാനത്താൽ പുനരുത്ഥാനം ചെയ്ത പുത്രൻ ഉടൻ തന്നെ ആഗതനാകുമെന്നറിഞ്ഞ് അവനെ സ്വീകരിക്കാനൊരുങ്ങി. ദൈവസ്തുതിഗീതികൾ അർപ്പിച്ചും സങ്കീർത്തനങ്ങൾ ആലപിച്ചും അവൾ പ്രാർത്ഥനയിൽ മുഴുകി. അവളുടെ ഉള്ളിൽ സ്വർഗീയാനന്ദം നിറഞ്ഞു. മുൻ ദിനങ്ങളിൽ അവൾ ഏറ്റുവാങ്ങിയ ദുഃഖവ്യാകുലങ്ങളെ അവ മായ്ച്ചു കളഞ്ഞു. അവളുടെ അന്തരാത്മാവിൽ പുതിയ വരദാനങ്ങൾ നൽകപ്പെട്ടു. തന്റെ പുത്രനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അമ്മയുടെ അരികിൽ സകല വിശുദ്ധരാലും പൂർവ്വപിതാക്കന്മാരാലും പരിസേവിതനായി ഉത്ഥാന മഹത്വത്തിന്റെ പ്രഭയോടെ ദിവ്യരക്ഷകൻ പ്രത്യക്ഷനായി. അത്യഗാധമായ എളിമയോടെ അവൾ അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആരാധിച്ചു. കർത്താവ് അവളെ കൈപിടിച്ചുയർത്തി തന്നോട് ചേർത്തു. ആ ആശ്ലേഷം മാനുഷികമായ സമ്പർക്കങ്ങളെക്കാൾ അഗാധമായ ഒന്നായിരുന്നു. മേരി മഗ്ദലേന രക്ഷകന്റെ തിരുമുറിവുകൾ തേടിയപ്പോഴുണ്ടായതിനേക്കാൾ ഗാഠമായ ഒന്നായിരുന്നു അത്. അസാധാരണമായ ഒരു ദൈവിക വരത്തിലാണ് അമ്മ പങ്കാളിയായത്. പാപരഹിതയായ അവൾക്കു മാത്രം അർഹമായ ഒന്ന്. ഈ വരദാനം സ്വാഭാവിക അവസ്ഥയിൽ സ്വീകരിക്കുക അസാധ്യമായിരുന്നു. കർത്താവിനാലും അവന്റെ മാലാഖമാരാലും മുൻകൂട്ടി ഒരുക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്തതിനാലാണ് ഇതു സാധ്യമായത്. ഉത്ഥിതനും മഹത്വീകരിക്കപ്പെട്ടതുമായ പുത്രന്റെ ശരീരം തന്റെ ഏറ്റവും നിർമ്മലയായ അമ്മയോട് ചേർക്കപ്പെട്ടു എന്നതാണ് ആ അനുഭവം. തന്റെ പുത്രന്റെ മഹത്വത്തെ ഗാഠമായി അറിഞ്ഞ അമ്മയുടെ ജ്ഞാനത്തിന്റെ വാതായനം തുറക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ഈ സ്വർഗീയ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചതിലൂടെ പരിശുദ്ധ അമ്മയുടെ ആത്മാവ് ഉയർന്ന് ഏറ്റവും നിഗൂഢമായ കൂദാശകളെ സ്വന്തമാക്കി. ഇതിന്റെ മധ്യത്തിൽ അവൾ ഒരു അശരീരി കേട്ടു. എന്റെ പ്രിയപ്പെട്ടവളെ, നീ ഉന്നതങ്ങളിലേക്ക് വീണ്ടും ഉയരൂ. ഈ വചനങ്ങളുടെ ശക്തിയാൽ അവൾ പൂർണ്ണമായും രൂപാന്തരീകരിക്കപ്പെട്ടു. അവൾ വ്യക്തമായി ദൈവികത്വം ദർശിച്ചു. ആ ദർശനത്തിൽ തന്റെ പീഡാസഹനത്തിനും സങ്കടങ്ങൾക്കും പ്രതിസമ്മാനമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നവയെല്ലാം വെളിവാക്കപ്പെട്ടു. അതുവരെ അനുവദനീയമായ എല്ലാത്തിലും നിന്ന് വ്യതിരക്തവും അതിമനോഹരവുമായ ആ സ്വർഗീയ ദർശനം വിവരിക്കുക അസാധ്യമാണ്. ഈ സുവർണ ദിനത്തിൽ അവൾ തന്റെ യോഗ്യതയാൽ നേടിയെടുത്ത മഹനീയ ദാനത്തെയോർത്ത് നമുക്ക് ആനന്ദിക്കാം. ഈ സുന്ദര ദിനത്തെ ഹൃദയത്തിലേറ്റി അഭിനന്ദന വചസ്സുകളാലും സ്തുതി പുകഴ്ചകളാലും ആഘോഷിക്കാം. കുറെ മണിക്കൂറുകൾ സ്വർഗീയ രാജ്ഞി ദൈവത്തിന്റെ സത്തയെ തന്റെ പുത്രനോടൊപ്പമായിരുന്നു കൊണ്ട് അനുഭവിച്ചു. പിന്നീട് പടിപടിയായി തിരോധാനം ചെയ്തു. അതിന്റെ അവസാനത്തിൽ താൻ പുത്രന്റെ വലത്തുഭാഗത്ത് ഉല്ലാസത്തിൽ കഴിയുന്നതായും വിശ്രമിക്കുന്നതായും കണ്ടു. തന്റെ പുത്രനുമായി അവന്റെ പീഡാസഹനത്തിന്റെയും മഹത്വത്തിന്റെയും രഹസ്യങ്ങളെ സംബന്ധിച്ച് അവൾ സംഭാഷണം ചെയ്തു. ഈ കൂടിച്ചേരലുകളുടെ മണിക്കൂറുകളിൽ അവൾ സ്നേഹത്തിന്റെയും ഉപവിയുടെയും വീഞ്ഞിനാൽ ആനന്ദലഹരിയിൽ ആറാടി. അവളുടെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും അവൾ അത് സമൃദ്ധിയായി നുകർന്നു. കേവലം ഒരു സൃഷ്ടിക്ക് എത്രത്തോളം സ്വീകരിക്കാമോ അത്രത്തോളം അനുഗ്രഹങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ മേൽ ചൊരിയപ്പെട്ടു. എന്തെന്നാൽ നാം മാനുഷിക രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവം തന്റെ നീതിയാൽ ഇത്ര നിർമ്മലയും അമലോത്ഭവയുമായ ഒരു സൃഷ്ടി അനുഭവിക്കേണ്ടി വന്ന കഠിന വ്യഥകൾക്കും പീഡനങ്ങൾക്കും പ്രതിവിധി ചെയ്യേണ്ടിയിരുന്നു.
ഈ കാര്യം ഇപ്രകാരം മാത്രമേ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. തന്റെ പുത്രൻ അനുഭവിച്ച വേദനകളെല്ലാം അവൾ ഏറ്റുവാങ്ങി പങ്കിട്ടനുഭവിച്ചു. അതിനാൽ ഉത്ഥാനമാകുന്ന ഈ രഹസ്യത്തിലും അവൾ പങ്കാളിയാവുകയും തത്തുല്യമായ ആനന്ദോല്ലാസങ്ങളാൽ അവളുടെ ആത്മാവ് നിറയുകയും ചെയ്തു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. മേൽ വിവരിച്ച വരദാനങ്ങളെല്ലാം ഏറ്റവും നിസാരമെന്നു കരുതുന്ന കാര്യങ്ങൾ പോലും ഒരു കച്ചി തുരുമ്പെടുത്ത് മാറ്റുന്നതോ ദൈവത്തെ പ്രതി ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതോ എന്തായാലും ദൈവാരൂപിയിൽ ചെയ്യുന്ന ഏതൊരാൾക്കും ലഭ്യമാകും. ഒരു സൃഷ്ടി ഓരോ ചെറിയ സത്പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈ വരദാനങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കും. സൂര്യശോഭയേക്കാൾ തെളിമയും അതോടൊപ്പം വരപ്രസാദ അവസ്ഥയും ലഭ്യമാകും. ഇന്ദ്രിയ ബന്ധങ്ങളുടെ ജീർണതയെ കൂടുതൽ കൂടുതൽ അതിജീവിക്കും. ഭൗതികതയുടെ നാശോന്മുഖതയിൽ നിന്നും വിമുക്തനാകും. മനുഷ്യന്റെ സ്വന്തം അധ്വാനത്താൽ മാത്രം ബലഹീനതകളിൽ നിന്നും ജീർണതകളിലും നിന്ന് വിമുക്തി നേടാൻ പ്രയാസമാണ്. എന്നാൽ ഇവിടെ അതുണ്ടാകുകയില്ല. പകരം ബലഹീനതയുടെ പരിമിതികളിൽ നിന്നകലുകയും നവ്യമായ ശക്തിയുടെ തീഷ്ണത സ്വന്തമാക്കുകയും ചെയ്യും. പ്രകൃത്യാലുള്ള ബലഹീനതകളെ പ്രതിരോധിക്കും. സൂക്ഷ്മത വർദ്ധിതമാകും. ആത്മാവ് ഊർജ്ജസ്വലതയിൽ ജ്വലിക്കും. പഞ്ചഭൂതങ്ങൾ എപ്രകാരം അവയുടെ ഉറവിടങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവോ അതുപോലുള്ള ആത്മീയ അവസ്ഥയെ സ്വായത്തമാക്കും. സത്പ്രവൃത്തികളിലൂടെ ശരീരത്തിന്റെ കഴിവുകളെ എപ്രകാരമാണോ വർദ്ധിതമാക്കുന്നത് അപ്രകാരം ആത്മാവിന്റെ കഴിവുകളും വർദ്ധിതമാകുമെന്ന് നീ അറിയുക. എന്തെന്നാൽ ശരീരത്തിന്റെ വരദാനങ്ങൾ ആത്മാവിൽ നിന്നുളവാകുന്നതും ആത്മാവിനാൽ ഉറപ്പിക്കപ്പെടുന്നതുമാണ്. ആത്മീയ ദർശനത്തിൽ ഓരോ യോഗ്യതകളും കൂടുതൽ സ്ഫുടമാക്കപ്പെടുന്നു. ദൈവിക സ്വഭാവത്തെയും പരിപൂർണതകളെയും സഭയുടെ വേദപാരംഗതരും പ്രബുദ്ധരായ പണ്ഡിതരും അറിയുന്നതിനേക്കാൾ സുതാര്യമായി ദൈവിക ദർശനം വെളിപ്പെടുത്തുന്നു. ഏറ്റവും ഉന്നതവും അനന്തവുമായ നന്മയെ സ്വന്തമാക്കുന്നതാണ് മറ്റെന്തിനേക്കാളും ഉത്തമമായിട്ടുള്ളത്. ഒരാത്മാവ് എല്ലാ ധന്യതയും സമ്പത്തും സ്വന്തമാക്കിയാലും അവയെല്ലാം ഒരേ സമയം ആസ്വദിച്ചാലും മേൽപ്പറഞ്ഞ സന്തോഷത്തെ മറികടക്കുകയില്ല. ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ആത്മാവിന്റെ മൂന്നാമത്തെ വരമായ ഫലപ്രാപ്തി സംഭവിക്കുന്നു. അത് പ്രായോഗിക സ്നേഹത്തെ ഉദാത്തമാക്കി തീർക്കുന്നു. മനുഷ്യ സ്നേഹത്തോട് അതിനെ താരതമ്യം ചെയ്യുക സാധ്യമല്ല. തന്നെയുമല്ല, ആ സ്നേഹം പകർന്നു തരുന്ന സന്തോഷത്തെ നശ്വര ലോകം നൽകുന്ന ഒരു ഉല്ലാസത്തിനും മറികടക്കാനാകുകയില്ല.